ഹായ് ഹലോ, എല്ലാവർക്കും ആയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഉടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച ഏതാണ്ട് 2 വർഷം മാത്രം പഴക്കമുള്ളൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 സെൻറ്റ് 300 ലൈൻസിൽ 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് വരുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ഒരു 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള മുറ്റം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ ആലുവയിലേക്കാണെങ്കിൽ 10 കിലോമീറ്ററോളം ദൂരവും, ആലുവ രാജകീയ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. എടപ്പള്ളിയിലേക്ക് ഒരു 13-14 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നു. 2 റോഡുകൾ ഈ വീടിന് അവൈലബിൾ ആണ്. വീടിന് ചുറ്റും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മാവ്, പ്ലാവ്, റംബൂട്ടാൻ, തെങ്ങ് പോലെയുള്ള ഫലവൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഒരു കായ്ക്കുന്ന പ്ലാവ് അവൈലബിൾ ആണ്. കൂടാതെ വാഴ, തെങ്ങ്, ജാതി, ചാമ്പ, റംബൂട്ടാൻ പോലെയുള്ള ഫലവൃക്ഷങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. വീട്ടുടമ സ്വന്തം താമസിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. മുന്തിരി വള്ളിയാണ് ഈ വീടിൻ്റെ മുൻവശത്ത് ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. വലിയൊരു സിറ്റ് ഔട്ട് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഉടമ വിദേശത്തേക്ക് പോകുന്നതിനാലാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഓൾറെഡി കായ്ക്കുന്ന റംബൂട്ടാൻ, പ്ലാവ്, ചാമ്പ പോലെയുള്ള ഫലവൃക്ഷങ്ങൾ ധാരാളമായി നമുക്കിവിടെ ലഭിക്കുന്നതാണ്. സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. മാത്രമല്ല സൈഡ് വശവും വീടിൻ്റെ ചുറ്റുവശങ്ങളെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. വലിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ദർശനം കിഴക്ക് ദിക്കിലേക്കാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി വരുന്നു. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് ഏരിയ എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ ഓൾറെഡി ഇട്ടിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയയുടെ നിർമ്മാണം. മാത്രമല്ല വാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിംഗ്സുകൾക്കായി സെറ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ക്രോക്കറി ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു കൗണ്ടറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ലഭിക്കുന്നുണ്ട്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. എക്സോസ്റ്റ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയൊരു റെഫ്രിജറേറ്റർ വയ്ക്കാനുള്ള സ്പേസ് ഈസിയായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ലഭിക്കുന്ന ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ ഒരു വാഷ് സിങ്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി ഷീറ്റ് വർക്ക് നൽകിയിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ ധാരാളം സ്റ്റോറേജ് സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലോറിങ്ങിനായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് വലിയൊരു ജാതി മരം അവൈലബിൾ ആണ്. കൂടാതെ ഒരു അലക്ക് കല്ല് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാം അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വലിയൊരു ബെഡ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഇരിക്കുന്നത്. മാത്രമല്ല വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണോ ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായി തന്നെയാണ് ബാത്റൂം ലഭിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം.
സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡും അതുപോലെ തന്നെ GS സ്ക്വയർ ട്യൂബാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. പർഗോളകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പർഗോള നേരെ ഫ്ലോറിങ്ങിൽ ഇതുപോലെ തന്നെ ചെയ്ത് ടഫൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. ഒരു പ്രത്യേക മോഡലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റഡി ഏരിയയാണ്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടേബിളെല്ലാം നൽകിയിരിക്കുന്നു. മാത്രമല്ല നമുക്കിവിടുത്തെ 2 ബെഡ്റൂമാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ്, അതായത് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാലും നല്ല മനോഹരമായ ബാത്റൂം, നല്ല നീറ്റിലാണ് ബാത്റൂം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ബെഡ്റൂം അവൈലബിൾ ആണ്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഇവിടുത്തെ എല്ലാ ഫ്ലോറിങ്ങിനും യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റാണ് ബാത്റൂമുകളെല്ലാം. ഇതിനെല്ലാം പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1800 സ്ക്വയർ ഫീറ്റിൽ 6 സെൻറ്റ് 300 ലിങ്സിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഉടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.